നമ്മുടെ റഹീമക്ക കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു. ഈ പറയുന്ന അൻവർ പറയുന്ന വിഷയങ്ങൾ അതാർക്ക് വേണ്ടിയാണെന്ന് അന്വേഷിക്കാൻ നാസ വരെ പോകേണ്ടതില്ല എന്നാണ് റഹീമക്കയുടെ പ്രസ്താവന. ഇതിനു മുമ്പ് റഹീമക്ക ആണ് വടകരയിൽ പോയി ഈ വളരെ ഗംഭീരമായ ഒരു യോഗത്തിൽ വെച്ച് വളരെ ഘനഗാംഭീര്യത്തോടെ കാഫിർ വിവാദത്തിൽ പ്രതികരിച്ചതും ഷാഫി പറമ്പിൽ ഒരു വലിയ വേസ്റ്റാണെന്നും ഒരു സാമൂഹ്യ ദുരന്തമാണെന്നും വേറെന്തൊക്കെയോ ആണെന്നും ഒക്കെ വലിച്ചു കാച്ചി വിട്ടത്. റഹീമക്ക എടുത്ത് പറയാനുള്ളത്, ഈ രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോഴും ഇടപെടാനിറങ്ങുമ്പോഴും എല്ലാം നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടി നിലനിർത്തി വേണം ഏത് വിഷയത്തിലും വർത്തമാനം പറയുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടത്. എല്ലാവരും ഈ നേരം വെളുത്ത് വൈകുന്നേരം വരെ റിയാസിനെ അങ്ങ് തെറി പറയുമെങ്കിലും റിയാസൊക്കെ ഇക്കാര്യത്തിൽ പക്വതയും പാകതയുമൊക്കെ ഉള്ള ആളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ കല്യാണത്തിന് ശേഷമാണ് പുള്ളിയെ ഇത്രയും കൈകാര്യം ചെയ്തു തുടങ്ങിയത്. എന്നാൽ റഹീമക്ക ലുട്ടാപ്പി മാത്രമല്ല, ഇപ്പോൾ ഒരു തമാശ ക്യാരക്ടർ കൂടി ആയി വരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നുണ്ടോ ആവോ? അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ പലപ്പോഴും പലരും പുറത്തുനിന്ന് വിലയിരുത്തുന്നവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു സംഗതിയുണ്ട്. പിണറായി വിജയൻ സഖാവിന് കുറവുകളൊക്കെ ഉണ്ട്, പോരായ്മകളൊക്കെ ഉണ്ട്, അല്ലെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന് ശേഷം ആരാണ് എന്ന ചോദ്യത്തിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ 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 എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്നാണ് പറയുന്നത്. അതുണ്ടെന്ന് പറയുന്നത് ഈ കാര്യങ്ങളുടെ പ്രതികരണ രീതിയും ശൈലിയും പ്രവർത്തന ശൈലിയും ഒക്കെ നോക്കിക്കാണുന്നവർ ചോദിക്കുന്നതാണ്. ഇനി രണ്ടാം നിര എന്ന് പറയുന്ന ഒരു നിര എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കാനുണ്ടെങ്കിലും അതിന് താഴോട്ടുള്ളതെല്ലാം വേറെ ഏതോ ലോകത്ത് കഴിയുന്നവരാണ്. എന്നാൽ കോൺഗ്രസ്സിലേക്ക് നോക്കിയാൽ ഈ യുവജന നിര എന്ന് പറയുന്നത് കുറച്ചുകൂടി ശക്തവും ഭദ്രവുമാണ്. എന്ന് വെച്ചാൽ ടി സിദ്ദീഖ്, മാത്യു കുഴൽനാടൻ, റോജി എം ജോൺ, ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, CR മഹേഷ് എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു നിര തന്നെയുണ്ട്. അവരൊക്കെയും ഈ കാര്യങ്ങളോട് പ്രതികരിക്കുകയും രാഷ്ട്രീയ വർത്തമാനമൊക്കെ പറയുമ്പോഴും നമ്മുടെ റഹീമക്കയുടെ കൂട്ടൊക്കെ ഒരു കൊമേഡിയനായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റഹീമക്ക അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, പല സന്ദർഭങ്ങളിലും ക്ലച്ചും പിടുത്തവും വിട്ട് നമ്മുടെ ജോയ് ജോറാണേ ജോയ് ജോറാണേ എന്നൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്ത് കിടന്ന് തുള്ളി മറിഞ്ഞ് അതൊക്കെയാണ് വലിയ ഹീറോയിസമെന്നും അതൊക്കെ വലിയ സ്വീകാര്യതയുള്ള സംഗതിയാണെന്നും തെറ്റിദ്ധരിച്ചു പോകുന്ന ഈ യുവജന രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിതാപകരമായ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട റഹീമക്കയോടൊക്കെ പറയാനുള്ളത്, രാജ്യസഭ MP ആണ്. അങ്ങ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ CPMൻ്റെ തന്നെ ശിവദാസൻ എന്നൊക്കെ പറയുന്ന ഒരു രാജ്യസഭാംഗം ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നല്ലതുപോലെ പഠിച്ച് പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ നോക്കി ആ പ്രതികരിക്കുന്ന ശൈലി രൂപപ്പെടുത്തി നമുക്കൊക്കെ ചിലപ്പോൾ ഏത് നിലവാരത്തിൽ ജീവിച്ച ആളുകളായാലും ഒരു പ്രത്യേക പദവിയിലെത്തുമ്പോൾ പിന്നെ ആർജിത നിലവാരശേഷി എന്ന് പറയുന്നൊരു നിലവാരശേഷിയുണ്ട്. അതായത് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു നിലവാരശേഷി, ആ ശേഷിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുകയും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വേദി എന്തെങ്കിലും സവിശേഷമായ ലക്ഷ്യത്തിൽ തരുമ്പോൾ അവിടെ പോയി പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്നതൊക്കെ ഇപ്പോൾ വടകര പോയി കാഫറിൽ അടിച്ച് കയറി കസറി എവിടത്തിൽ നിൽക്കുന്നു കാഫർ? ഈ കാഫർ വിഷയം പറഞ്ഞ ഷാഫി പറമ്പിലിന് എന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ അയാളെ ഇകഴ്ത്തി ചിന്തിക്കുന്നോ? എന്നാൽ പറഞ്ഞ റഹീമക്ക ആരായി തീർന്നു? പിന്നെ രാജ്യസഭയിലെ അങ്ങയുടെ ഇംഗ്ലീഷ് പ്രസംഗം അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് അങ്ങ് ശ്രമിക്കേണ്ടത്. ഭാഷ, ശൈലി, ആശയങ്ങൾ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സമയം കണ്ടെത്തി അങ്ങനെ നല്ല കിടിലോത്കിടിലമായ പാർലമെൻ്ററി പ്രവർത്തനം നടത്തി ശ്രദ്ധയാർജിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അൻവറിൻ്റെ വിഷയം വന്നപ്പോഴും ഈ പറയുന്ന വിജയരാഘവൻ MPയും റഹീമക്കായും കൂടാണ് മത്സരിക്കുന്നത്. ആരാണ് ഏറ്റവും മോശമായി പറയാൻ മിടുക്കർ എന്നുള്ള നിലയിൽ? മോശമാണ്. അതിലൊരു പുനർവിചിന്തനം ആവശ്യമാണ്. അങ്ങയുടെ ഭാവിക്ക് വേണ്ടി നൽകുന്ന ഒരു നല്ല ഉപദേശമാണെന്ന് കൂട്ടിയാൽ മതി.